ഹലോ ഗായ്സ്, ദിസ് ഇസ് അഫ്സൽ അലയൻ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് UK യങ് പ്രൊഫഷണൽ സ്കീമിൽ എങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. ആരെങ്കിലും നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലത്തെ വീഡിയോസുകൾ ഇനിയും വരും. അതെങ്ങനെ അപ്ലൈ ചെയ്യാന്നുള്ളത് ചെറിയൊരു സ്ക്രീൻഷോട്ടോടെ ഞാനിത് കാണിച്ചു തരാം. അതിൽ 1 by 1 ആയിട്ട് നിങ്ങൾ അതിൽ അപ്ലൈ ചെയ്താൽ മതി. UK 3000 വിസയാണ് ഇത് ടോട്ടൽ ഉണ്ടായിരുന്നത്. ഫെബ്രുവരിയിൽ ഓപ്പൺ ആയിരുന്നു. അതിൽ 2400 വിസയും കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി വെറും 600 വിസയാണ് ഉള്ളത്. ആ 600 വിസയിലേക്കാണ് ഇപ്പം നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇത് നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ, ഡിഗ്രിയൊക്കെ ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതല്ലെങ്കിൽ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട. നമുക്ക് കിട്ടൂല. അപ്പോൾ അതിന് താല്പര്യമുള്ളവർ മാത്രം അപ്ലൈ ചെയ്യുക. അല്ലാത്തവർ പിന്നെ ഒരിക്കലും അപ്ലൈ ചെയ്യരുത്. കാരണം വേറെയുള്ള ആൾക്കാരെ ടൈം അതൊക്കെ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. കാരണം ഇതൊരു ക്യൂ ആയിട്ട്, ഇനിയിപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്കിത് ക്യൂ ആയിട്ട് മാത്രമേ ഇതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ ബാക്കിയുള്ളവരെ ടൈം കളയരുത്. നിങ്ങൾക്ക് ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി. അതെങ്ങനെ അപ്ലൈ ചെയ്യാമെന്നുള്ളത് നമുക്ക് നോക്കാം. ഈ ഒരു ലിങ്കിൽ കയറിയിട്ടാണ് നമുക്ക് യങ് പ്രൊഫഷണൽ സ്കീമിന് വേണ്ടിയിട്ട് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇതിൽ നമ്മൾ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടിയിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത്, ഇതിൽ കുറേ ഉണ്ട്. നമുക്കിതിൻ്റെ എലിജിബിലിറ്റീസും കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇന്ത്യ യങ് പ്രൊഫഷണൽ സ്കീം ബാലറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചടിയിൽ ഇതിൽ നമുക്ക് എൻ്ററിങ് ദി ബാലറ്റ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നത് എൻ്റർ ദി ബാലറ്റ് എന്നാണ്. ആ എൻ്റർ ദി ബാലറ്റ് എന്ന് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് ഈ വെബ്സൈറ്റിലെ ക്യൂവിലേക്കാണ്. നമുക്കിപ്പോൾ കിട്ടിയിട്ടുള്ള 25 മിനിറ്റാണ് നമുക്കിത് അപ്ലൈ ചെയ്യാനുള്ള ക്യൂവിൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടത്. അത് വെയിറ്റ് ചെയ്ത് നമ്മൾ നിന്ന് കഴിഞ്ഞാൽ പിന്നെ നോർമലി നമ്മൾ ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന മാതിരി നമ്മൾ ഡീറ്റെയിൽസ് കൊടുക്കുകയാണ് വേണ്ടത്. അതിനകത്ത് കൂടുതൽ പ്രോഗ്രാമുകളൊന്നുമില്ല. നോർമലി നമുക്ക് എന്തൊക്കെ ചെയ്യാം, നമ്മളെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസും അത് മാത്രമേ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അത് കൊടുത്തിട്ട് നമുക്കിത് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസുകൾ ഇനി നിങ്ങൾക്ക് കാണുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി കാണുന്നവരേക്കും ബൈ.